നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും പുനഃപരിശോധിക്കുന്നതിന് തദ്ദേശ അദാലത്തിൽ ലഭിച്ച അപേക്ഷകൾ സഹായകമായെന്ന് മന്ത്രി MP രാജേഷ്. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മലയാളത്തിലും കന്നഡയിലും ജില്ലാ പഞ്ചായത്ത് അച്ചടിച്ച് നൽകുന്ന കൈപ്പുസ്തകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രകാശനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കാസർഗോഡിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി മന്ത്രി MP രാജേഷ്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി. ശിരൂർ ദൗത്യം അനിശ്ചിതത്വത്തിൽ. കാലാവസ്ഥ പ്രതികൂലമായതാണ് തിരച്ചിൽ തുടരുന്നതിന് തടസ്സമാകുന്നത്. ഡ്രെഡ്ജർ കൊണ്ടുവരുന്നതുൾപ്പെടെയുള്ള മറ്റ് സാങ്കേതിക അനുമതികൾ ഇതിനോടകം പൂർത്തിയായി. കാർഡിക സൊസൈറ്റി തട്ടിപ്പിൽ 160 ഗ്രാം സ്വർണം കൂടി പിടിച്ചെടുത്തു. പെരിയയിലെ ഒരു സൊസൈറ്റിയിൽ പണയപ്പെടുത്തിയ സ്വർണമാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. ചെർക്കള NH-66 ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി വിവിധ സമരസമിതികളുടെ സംയുക്ത യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും പുനഃപരിശോധിക്കുന്നതിന് തദ്ദേശ അദാലത്തിൽ ലഭിച്ച അപേക്ഷകൾ സഹായകമായെന്ന് മന്ത്രി MP രാജേഷ്. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാസമയം തീരുമാനമെടുക്കാത്തത് പല കാരണങ്ങൾ കൊണ്ട് അതിനെല്ലാമുള്ള പരിഹാരമാണ് അദാലത്തിലുണ്ടാക്കുക. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ചട്ടം കാലഹരണപ്പെട്ടു എന്ന ചില പരാതികൾ മുമ്പിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ചട്ടത്തിൽ മാറ്റം വേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചട്ടം തന്നെ മാറ്റാനുള്ള തീരുമാനവും അദാലത്തെടുക്കും. മാറ്റാനുള്ള പ്രക്രിയ പിന്നീട് നടത്തേണ്ടതാണ്. അത് നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ ഇന്ന ചട്ടം മാറ്റണം എന്ന തീരുമാനമെടുക്കും, അവിടെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചില പൊതു തീരുമാനങ്ങളിലേക്ക് വഴി തുറന്നത്. കാലഹരണപ്പെട്ട ചട്ടങ്ങൾ ഏതെല്ലാമാണ്, കാലാനുസൃതമാക്കേണ്ട ചട്ടങ്ങൾ ഏതെല്ലാമാണ് എന്ന ഒരു വ്യക്തത കൂടി ഇക്കാര്യത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. MLA-മാരായ E ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M രാജഗോപാലൻ, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി, ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP ഉഷ, നഗരസഭാ ചേംബർ പ്രതിനിധി നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത എന്നിവർ സംസാരിച്ചു. LSTD സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ C സാംബശിവ റാവു, അർബൻ ഡയറക്ടർ സൂരജ് ഷാജി, LSTD റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട്, അഡീഷണൽ ഡയറക്ടർ EK ബൽരാജ്, ചീഫ് എഞ്ചിനീയർ KG സന്ദീപ്, ചീഫ് ടൗൺ പ്ലാനർ ഷിജി E ചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാനതല ഉദ്യോഗസ്ഥരും ജില്ലാതല ഉദ്യോഗസ്ഥരും ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു നന്ദിയും പറഞ്ഞു. അദാലത്ത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പുതിയ പരാതികൾ സ്വീകരിച്ചു. ഇങ്ങനെ സ്വീകരിച്ച പരാതികൾ അദാലത്ത് വേദിയിൽ അദാലത്ത് ഉപസമിതി പരിശോധിച്ചാണ് തീർപ്പാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മലയാളത്തിലും കന്നഡയിലും ജില്ലാ പഞ്ചായത്ത് അച്ചടിച്ച് നൽകുന്ന കൈപ്പുസ്തകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രകാശനം ചെയ്തു. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മലയാളത്തിലും കന്നഡയിലും മുതിർന്ന പഠിതാക്കൾക്ക് കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടി ജില്ലാ പഞ്ചായത്ത് അച്ചടിച്ച് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ കൈപ്പുസ്തകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രകാശനം ചെയ്തു. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. MLA-മാരായ CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം തുടങ്ങിയവരും മുതിർന്ന പഠിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായി.
മുതിർന്ന ഡിജിറ്റൽ സാക്ഷരതാ പഠിതാക്കൾക്ക് ഡിജിറ്റൽ സാധ്യതയെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നതിനും കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് 1 ലക്ഷം കൈപ്പുസ്തകം പദ്ധതിയിൽ വകയിരുത്തി അച്ചടിച്ച് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നത്. ജില്ലയിലെ ജനപ്രതിനിധികളും സാക്ഷരതാ മിഷൻ പ്രവർത്തകരും സന്നദ്ധ അധ്യാപകരുമാണ് പദ്ധതി താഴെത്തട്ടിൽ നടപ്പിലാക്കിയത്. കൈറ്റ് അതിൻ്റെ പരിശീലന സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. 17നും 60നും ഇടയിലുള്ള 1,15,000 ഡിജിറ്റൽ നിരക്ഷരർ ഇതിലൂടെ ഡിജിറ്റൽ സാക്ഷരരായി തീർന്നു. കൈപ്പുസ്തകത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ എ.ജി. ഒലീന, കൈറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ. അൻവർ സാദത്ത് എന്നിവരുടെ ആശംസാ സന്ദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കാസർഗോഡിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി മന്ത്രി എം.ബി. രാജേഷ്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി. കാസർഗോഡ് ടൗൺ ഹാളിൽ തദ്ദേശ അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിലുണ്ടായ മാറ്റത്തിനനുസരിച്ച് കാസർഗോഡ് മാറ്റമുണ്ടാകുന്നില്ലെന്നത് ഗൗരവമായി കാണണമെന്നും മാലിന്യ പരിപാലനത്തിൽ വീഴ്ച വരുത്തുന്നത് നിരാശാജനകമാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലാതല എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ശക്തമായ നടപടി സ്വീകരിക്കണം. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. വീഴ്ച വരുത്തുന്നവർ അതിന് ഉത്തരവാദികളായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തവണ കാസർഗോഡ് വന്നപ്പോൾ പ്രഭാത നടത്തത്തിനിടയിൽ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളിയത് ശ്രദ്ധയിൽപ്പെടുകയും അതിനെ തുടർന്ന് ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ പ്രദേശത്ത് കുറേ മാറ്റം വന്നിരിക്കുന്നു. രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ അന്ന് മാലിന്യങ്ങൾ തള്ളിയ സ്ഥലത്ത് മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ മാലിന്യങ്ങൾ കാണാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. ആദ്യത്തെ കുറെ അന്ന് പോയ അതേ സ്ഥലത്ത് പോകുമ്പോൾ കുറെ ഭാഗത്ത് ഒരു മാറ്റമുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയപ്പോൾ മാറ്റമൊന്നുമില്ല. അതും കഴിഞ്ഞിട്ടാണ് പത്രം കാണുന്നത്. പത്രങ്ങൾ ഈ ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വീഡിയോയും അയച്ചു കിട്ടി. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാമാണല്ലോ ഇവിടെ ഉള്ളത്. കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ജനപ്രതിനിധികളാകെയുണ്ട്. അപ്പോൾ കേരളത്തിലാകെ ഉണ്ടാവുന്ന മാറ്റത്തിനൊപ്പം ഇവിടെ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, നിരാശാജനകവുമാണ്. അതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനാണ്, കർശന നടപടികൾ സ്വീകരിക്കാൻ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. വീഴ്ച വരുത്തുന്നവരുടെ ഭാഗത്ത് അവർക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷിരൂർ ദൗത്യം അനിശ്ചിതത്വത്തിൽ. കാലാവസ്ഥ പ്രതികൂലമായതാണ് തിരച്ചിൽ തുടരുന്നതിന് തടസ്സമാകുന്നത്. ഡ്രഡ്ജർ കൊണ്ടുവരുന്നതുൾപ്പെടെയുള്ള മറ്റ് സാങ്കേതിക അനുമതികൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം. ഉത്തര കന്നഡ ജില്ലയിൽ മഴ ശക്തമായതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ദിവസം നേവിയുടെ പരിശോധനയിൽ ഗംഗാവലി പുഴയിൽ 3.5 അടിയൊഴുക്ക്. അതേസമയം ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത് കടൽ മാർഗമാണ്. കാലവർഷം ശക്തമായതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡ്രഡ്ജർ കടൽ മാർഗം എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ കടൽ മാർഗം ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ എത്തിക്കാൻ സാധിക്കൂ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രദേശത്ത് മഴ കുറഞ്ഞത് പ്രതീക്ഷ നൽകുന്നു. കയർ ലഭിച്ച സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. നേവി നടത്തിയ സോണാർ പരിശോധനയിലും ലോറിയുടെ സാന്നിധ്യം അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കൂടുതൽ മണ്ണുകൾ ഇതിനു മുകളിൽ പതിച്ചിട്ടുള്ളതായാണ് ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷമാണ് ദൗത്യസംഘം ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുക. ഇതിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും. അർജുനു പുറമെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ചായക്കട നടത്തിപ്പുകാരൻ ലക്ഷ്മണന്റെ കടയിലെ ജീവനക്കാരൻ ജഗന്നാഥ്, ലോകേഷ് എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അപകടത്തിൽ 8 പേരുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിൽ തമിഴ്നാട് സ്വദേശിയായ ശരവണനും ഉൾപ്പെടും. തിങ്കളാഴ്ചയോടെ ദൗത്യം പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. ന്യൂസ് ബ്യൂറോ, ഷിരൂർ.
കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ 160 ഗ്രാം സ്വർണം കൂടി പിടിച്ചെടുത്തു. പെരിയയിലെ ഒരു സൊസൈറ്റിയിൽ പണയപ്പെടുത്തിയ സ്വർണമാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. തട്ടിയെടുത്ത സ്വർണത്തിൽ നിന്ന് 63 പവൻ സ്വർണം പെരിയയിലെ ഒരു ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുള്ളതായും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയിൽ നിന്ന് തട്ടിയെടുത്ത 160 ഗ്രാം സ്വർണം കൂടി പിടിച്ചെടുത്തു. പെരിയയിലെ ഒരു സൊസൈറ്റിയിൽ പണയപ്പെടുത്തിയ സ്വർണമാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. കാറടുക്കയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണത്തിൽ നിന്ന് 63 പവൻ സ്വർണം പെരിയയിലെ ഒരു ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുള്ളതായും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്വർണം പിടിച്ചെടുക്കാനുള്ള നടപടി അന്വേഷണ സംഘം ആരംഭിച്ചു. സൊസൈറ്റിയിൽ 4.76 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. മെയ് 14-നാണ് കാറടുക്ക സൊസൈറ്റിയിൽ നടന്ന തട്ടിപ്പ് സംബന്ധിച്ച വിവരം ആദ്യമായി പുറത്തുവന്നത്. തുടക്കത്തിൽ ആദൂർ പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് നിലവിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അന്വേഷിക്കുന്നത്. തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കർമ്മന്തൊടി ബാളക്കണ്ടത്തെ കെ രതീഷ് മാത്രമാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. സൊസൈറ്റി സെക്രട്ടറിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു രതീഷ്. മറ്റു പ്രതികളായ ബേക്കൽ ഹദ്ദാദ് നഗറിലെ മുഹമ്മദ് ബഷീർ, ഇയാളുടെ ഡ്രൈവർ അമ്പലത്തറ 7-ാം മൈലിലെ അബ്ദുൾ ഗഫൂർ, പയ്യന്നൂരിൽ താമസക്കാരനായ കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ, കോഴിക്കോട് അരക്കിണർ സ്വദേശി നബീൽ, നെല്ലിക്കാട്ടെ അനിൽകുമാർ എന്നിവർക്ക് ജാമ്യം ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള NH66 ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി വിവിധ സമരസമിതികളുടെ സംയുക്ത യോഗം ചേർന്നു. നിർമ്മാണ കമ്പനിക്കെതിരെ കനിയെടുക്കം മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള മുഴുവൻ സമരസമിതികളെയും ഏകോപിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. ഇതിന്റെ ഭാഗമായി ഈ മാസം 6-ന് ചെർക്കളയിൽ ബഹുജന സമരസംഗമം സംഘടിപ്പിക്കും. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ മണ്ണിടിച്ചിലും റോഡിൽ വിള്ളൽ വീഴുന്നതും പതിവാവുകയാണ്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതിനെ തുടർന്നാണിത്. വ്യാപകമായി മണ്ണെടുത്തത് മൂലം റോഡിനിരുവശത്തും താമസിക്കുന്ന 500ഓളം കുടുംബങ്ങൾ ഭീതിയിലാണ്. മഴക്കാലത്തെ മഴവെള്ളപ്പാച്ചിലും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അശാസ്ത്രീയ റോഡ് നിർമ്മാണം ആദ്യഘട്ടത്തിലെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും നിർമ്മാണ കമ്പനി പാലിച്ചില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതേ തുടർന്ന് വിവിധ സമരസമിതികൾ രൂപീകരിച്ച് സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സംയുക്ത സമിതി രൂപീകരിച്ച് തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. മുഴുവൻ സമരസമിതികളെയും ഏകോപിപ്പിച്ച് സെപ്റ്റംബർ 6-ന് ചെർക്കളയിൽ വെച്ച് ബഹുജന സമരസംഗമം സംഘടിപ്പിക്കും. 12-ാം തീയതി ഡേറ്റ് കൺസൾട്ടൻസി 12-ാം തീയതി ഡേറ്റ് തന്നിട്ടുണ്ട്. ആ 12-ാം തീയതി MLA ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ MLA ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ MLA പറഞ്ഞ 12-ാം തീയതി ഇവിടെ വരുന്നുണ്ട്. ആ 12-ാം തീയതി വരെ എങ്കിലും നമുക്ക് ഇത് നിർത്തിക്കളയും. അപ്പോൾ അന്ന് വന്നിട്ട് ഇത് ശരിക്കും പരിശോധിച്ചിട്ട് ഇപ്പോൾ ഇതിനെങ്ങനെ നേരാക്കി എടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള പണി നിർത്തിക്കൊണ്ട് ഈ ചെറുക്കള മുതൽ ചട്ടഞ്ചാല വരെ കംപ്ലീറ്റ് മാറ്റി പണിയെടുപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതെല്ലാം അപകടത്തിലാണുള്ളത്. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുക, റോഡിന് സമീപത്തെ വീടുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും സുരക്ഷ ഒരുക്കുക, സർവീസ് റോഡുകളും സുരക്ഷാ മതിലും നിർമ്മിക്കുക, അശാസ്ത്രീയ നിർമ്മാണം നിർത്തിവെക്കുക തുടങ്ങിയവയാണ് സംയുക്ത സമരസമിതിയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സമാഹരിച്ച 1,31,37,595 രൂപ കൈമാറി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് തുക ഏറ്റുവാങ്ങി. ഓഗസ്റ്റ് 1-ന് ആരംഭിച്ച് ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രവർത്തനത്തിൽ നാടിന്റെയാകെ പിന്തുണയോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. നേരിട്ടുള്ള ധനസമാഹരണത്തിനു പകരം വീടുകളിലെത്തി ആക്രി സാധനങ്ങൾ ശേഖരിച്ചും വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തുമാണ് റീബിൽഡ് വയനാടിന് കൈത്താങ്ങാവുന്നതിനായി പണം കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട്ടെ അതിജീവന ചായക്കടയുൾപ്പെടെ ജില്ലയിലെ 12 ബ്ലോക്കുകളിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങൾ ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. റീബിൽഡ് വയനാടിലേക്ക് തങ്ങളുടെ ഉപജീവന മാർഗങ്ങളും ദിവസവേതനവും ഉൾപ്പെടെ സംഭാവന ചെയ്ത് നാടാകെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി. വളർത്തുമൃഗങ്ങളും മത്സ്യവും വാഹനങ്ങളും തെയ്യങ്ങൾ തൊഴുതുവരവായി കിട്ടിയ തുകയും ബിരിയാണി ചലഞ്ച്, ബൾബ് ചലഞ്ച്, അച്ചാർ ചലഞ്ച്, പായസം വിൽപ്പന, തേങ്ങ ശേഖരണം, സമ്പാദ്യ കുടുക്ക, ഹെഡ്ലോഡ് വിഭവ ശേഖരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ബ്ലോക്ക് കമ്മിറ്റികൾ തുക സ്വരൂപിച്ചു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹമാകെ റീബിൽഡ് വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമായി. ജില്ലയിൽ 12 ബ്ലോക്കുകളിൽ നിന്നുമായി 1,37,595 രൂപയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഫണ്ട് ഏറ്റുവാങ്ങി.
മനോഹരമായ ചായക്കടകൾ നടത്തി അതിലൂടെ കിട്ടുന്ന വരുമാനവും എല്ലാം സ്വരൂപിച്ച് വ്യത്യസ്ത ചലഞ്ചുകളിലൂടെ പണം സ്വരൂപിച്ചാണ് നമ്മൾ വയനാടിന് വേണ്ടി സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളും പൂർത്തീകരിച്ചു വരികയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 100 വീടുകൾക്കധികമുള്ള പണം നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ശിവപ്രസാദ്, എ വി ശിവപ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം വി രതീഷ്, നാസറുദ്ദീൻ മലങ്കര എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലായ പ്രസാദ് നേത്രാലയ ഈ മാസം 5-ന് കാസർഗോഡ് പ്രവർത്തനം ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22 വർഷങ്ങളായി നേത്ര ചികിത്സയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലായ പ്രസാദ് നേത്രാലയ സെപ്റ്റംബർ 5-ന് കാസർഗോഡ് പ്രവർത്തനം ആരംഭിക്കും. കോണ്ടാക്ട് ലെൻസ് ക്ലിനിക്കും തിമിരം നീക്കം ചെയ്യുന്ന ലാസിക് സ്റ്റൈൽ ചികിത്സ മൂലം കണ്ണട ആവശ്യമില്ലാത്ത ചികിത്സ, നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കണ്ണിന്റെ തിമിരത്തിനുള്ള ആധുനിക ചികിത്സ എന്നിവയ്ക്കും നേത്ര സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും പ്രസാദ് നേത്രാലയയിൽ ലഭ്യമാണ്. MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ചിന്മയ മിഷൻ കേരള റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി ദീപം തെളിയിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം CH കുഞ്ഞമ്പു MLA നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, നഗരസഭാ പ്രതിപക്ഷ നേതാവ് P രമേശ്, നഗരസഭാ അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞി തായലങ്ങാടി, ശ്രീലത M, റിട്ടയർഡ് വനം വകുപ്പ് അധികാരിയും പ്രസാദ് നേത്രാലയ ഡയറക്ടറുമായ രഘുറാം റാവു തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. Prasad Netra Kasaragod also will have a 95% of the treatment except 1 or 2 treatment probably we may have to send the patient to Mangalore because Mangalore is quite near to this place. But the main idea, as I told that why I wanted to start in Kasaragod, because we are also good. This is our quality treatment with all the lasers. We have got in Kasaragod. Dr. Vranda will be practicing full time. She is a very good cataract surgeon and also she is expertise in medical retina also, and all the expertise she will only doing. Along with that, I will also will be visiting weekly once, and along with Dr. Jacob Chacko, he is one of the famous retina surgeon in India. He has done he's done his course from All India Institute of Medical Science, New Delhi. He will be coming weekly once, especially for a complex diabetic eye diseases to treat. He will be visiting here. And also difficult Dr. Shibin Girish, because Jacob also originated from Kerala only. And the other partner, Dr. Shibin Girish, is also from Kerala. So Shibin also wanted to visit this place, especially for some special surgeries like someone having a watering in the eyes called Dacrocystis rhinostomy or some pressure operation. Dr. Shibin Girish also will be coming. Swamiji Vivekananda Saraswati ji, that is from the Chinmaya Mission, is inaugurating, and also hospital inauguration by our good friend, one of the most popular member of parliament, Rajmohan Unithan. We had requested, he told, Doctor, I am going to come for you, because I happened to meet him 2-3 times in Delhi. So when I went for Delhi for some meeting, I met him. He is very good. And the program will be presided by our honorable MLA, that is Nelli Kunnu from Kasaragod MLA, and along with that the operation theatre will be inaugurated by the CH Kunyummu, that is the MLA from the Udma constituency. Along with that the guest of honor is Abbas Begum, who is the chairman of the Kasaragod municipality, along with the opposition leader Ramesh also, and also our building owner Kamruddin also going to be there. And also പ്രസാദ് നേത്രാലയ സ്ഥാപനങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണപ്രസാദ് കൂഡ്ലു, ഡയറക്ടർ രശ്മി കൃഷ്ണപ്രസാദ്, കാസർഗോഡ് പ്രസാദ് നേത്രാലയ ഡയറക്ടർമാരായ ഡോക്ടർ വൃന്ദ വിശ്വനാഥൻ, ഡോക്ടർ ജേക്കബ് ചാക്കോ, ഡോക്ടർ ഷിബിൻ ഗിരീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിക്കും. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം 5-നാണ് ക്യാമ്പ്. നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ
കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 5-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പിൽ ജനറൽ മെഡിസിൻ വിഭാഗം, ശല്യതന്ത്ര വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, മാനസിക രോഗ വിഭാഗം, യോഗ, പഞ്ചകർമ്മ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മരുന്ന് വിതരണവും നടക്കും. ആരോഗ്യകരമായ ഭക്ഷണം, ഔഷധങ്ങൾ, പഞ്ചകർമ്മ എന്നിവ വാർദ്ധക്യ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. യോഗാഭ്യാസം വയോജനങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമാണ്. ഇത് മുൻനിർത്തിയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മർമ്മരോഗ വിഭാഗം, അതുപോലെ തന്നെ സ്ത്രീരോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, മാനസിക രോഗ വിഭാഗം, യോഗ, പഞ്ചകർമ്മ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം എന്നിവ കാസർഗോഡ് നഗരത്തിലുള്ള നമ്മുടെ ആയുർവേദിക് ആസ്പത്രിയിൽ ലഭ്യമാണ്. ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആയുഷിൻ്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരസഭയും അതുപോലെ തന്നെ ആയുർവേദിക് ആശുപത്രിയും ചേർന്നുകൊണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാളിൽ വെച്ച്, മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് ക്യാമ്പ് നടത്തുകയാണ്. അപ്പോൾ ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്, അവരുടെ സേവനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ ആ ഡോക്ടർമാരുടെ സേവനത്തിനും അവിടുന്ന് തരുന്ന മരുന്നിനൊന്നും ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് ഇത് നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, ഡോക്ടർ KS സ്വപ്ന, ഡോക്ടർ PS മഹേഷ്, ഡോക്ടർ അഞ്ജു രാമചന്ദ്രൻ, ഡോക്ടർ K പ്രതിഭ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന KM മാണി സ്മാരക കാരുണ്യ IAS അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ പരിശീലനത്തിന്റെ 2ാം ബാച്ച് തുടങ്ങി. യൂണിസെഫ് ഇന്ത്യ അഡ്മിൻ അസോസിയേറ്റ് അഹമ്മദ് കബീർ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ പശ്ചാത്തലമുള്ള തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കളക്ടർ എന്ന ലക്ഷ്യമിട്ട് MP ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന KM മാണി സ്മാരക കാരുണ്യ സൗജന്യ IAS അക്കാദമിയുടെ ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള 2ാം ബാച്ചിന്റെ പരിശീലനം തുടങ്ങി. വിവിധ മത്സര പരീക്ഷകളിലേക്ക് ധൈര്യത്തോടെയും ഒരുക്കത്തോടെയും കുട്ടികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി തുടക്കമിട്ട പരിശീലന പദ്ധതിയിൽ ആദ്യ വർഷം ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികളാണ് ഉണ്ടായത്. 2ാം വർഷവും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ 7ാം തരത്തിൽ പഠിക്കുന്ന പുതിയ 60 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് പരിശീലനത്തിന് തുടക്കമിട്ടിട്ടുള്ളത്. സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് നേതൃത്വം വഹിക്കുന്ന അക്കാദമിക്കു കീഴിൽ നടക്കുന്ന പരിശീലന പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം യൂണിസെഫ് ഇന്ത്യ അഡ്മിൻ അസോസിയേറ്റ് അഹമ്മദ് കബീർ നിർവഹിച്ചു. സ്വപ്നം കാണാൻ പറ്റാത്തവരാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. ഇന്നിവിടെ ഒരു പറ്റം കുട്ടികൾക്ക് ആ സ്വപ്നം കാണാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമാവുന്നത് പറയുന്നത് വളരെ സന്തോഷവും കൂടിയാണ്. ഞാനും ഒരുപാട് IAS ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. 3 വർഷം ട്രെയിനിങ്ങിന് പോയി. ആ ട്രെയിനിങ്ങിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. സിവിൽ സർവീസ് എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമല്ല, അത് നമ്മളെ ഒരു മനുഷ്യനാക്കി മാറ്റുക, സാമൂഹിക ബോധമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുക, ഡിസിപ്ലിനുള്ള കുട്ടികളാക്കി മാറ്റുക, ഒരുപാട് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. അല്ലാതെ നമ്മൾ ബുക്കിലെ ജനറൽ നോളജ് പഠിച്ച് അത് പോയിട്ട് എക്സാം എഴുതി പാസ്സായി അറ്റൻഡ് ചെയ്യാനല്ല. M മുഹമ്മദ് മുർഷിദ് അധ്യക്ഷത വഹിച്ചു. കാരുണ്യ അക്കാദമി ചെയർമാൻ MP ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. KV രാഘവൻ മാസ്റ്റർ, മുസ്തഫ ഇർഫാനി വെളിമുക്ക്, K ശ്രീധരൻ മാസ്റ്റർ, P ശശിധരൻ മാസ്റ്റർ, ബഷീർ എടാട്ട്, അഡ്വക്കേറ്റ് MTP കരീം, EV ദാമോദരൻ, അഡ്വക്കേറ്റ് EM സോജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പരിശീലന ക്ലാസ്സിന് ഫേസ് അക്കാദമി സിവിൽ സർവീസ് പരിശീലകൻ EK ജാബിർ മൊയ്ത് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം ഫൗണ്ടേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ 60 വിദ്യാർത്ഥിനികൾക്ക് ഈ വർഷം സൗജന്യ മിഡ് ലെവൽ ഫൗണ്ടേഷൻ കോഴ്സിൽ പരിശീലനവും തുടരുന്നുണ്ട്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുതിർന്ന പൗരന്മാർക്ക് ട്രെയിൻ യാത്രയിൽ നൽകി വരുന്ന കൺസെഷൻ റെയിൽവേ അധികൃതർ പുനഃസ്ഥാപിക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ നിയന്ത്രണത്തിൽ നടന്നുവരുന്ന മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാര്യക്ഷമമാക്കുക, വയോജനങ്ങൾക്ക് അംഗനവാടികൾ വഴി പോഷകാഹാരം വിതരണം ചെയ്യുക തുടങ്ങിയ പ്രമേയങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വൃദ്ധസദനങ്ങളെല്ലാം നാടുനീളെ ഇട്ട് ആളുകളെല്ലാം അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല. എന്നാൽ തീരെ ഒറ്റപ്പെട്ടവർ, അവശരായിട്ടുള്ളവരൊക്കെ താമസിപ്പിക്കേണ്ട സ്ഥിതിയുണ്ട്.
പക്ഷേ സംരക്ഷണം ലഭിക്കേണ്ട വിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ചില ഘട്ടങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് നിയമങ്ങളും ഒരുപാട് കാര്യങ്ങളും ഇന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മേഖലാ പ്രസിഡന്റ് PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി N കുഞ്ഞികൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ MV സുകുമാരൻ, കൺവീനർ V രാമചന്ദ്രൻ, അസോസിയേഷൻ മേഖലാ ഭാരവാഹികളായ C വിജയൻ, V കൃഷ്ണൻ, N രവീന്ദ്രൻ, O ജാനകി ടീച്ചർ, V കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രസിദ്ധ ക്ഷേത്രമായ ഉത്തര മലബാറിലെ ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രം നവീകരണ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. ഇതിനു മുന്നോടിയായി നവീകരണ കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രം നവീകരണ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവം 2026 വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി നവീകരണ കലശ കമ്മിറ്റി ഓഫീസിന്റെയും ഫണ്ട് ശേഖരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. ചേനൻ എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തിയുടെ കാലത്ത് തന്നെ ഒരു ധ്വജപ്രതിഷ്ഠ, നവീകരണ കലശം, കൊടിയേറ്റ് മഹോത്സവം, രാവണോത്സവം എല്ലാം നടത്തണമെന്ന് പണ്ടേ എനിക്കൊരു മോഹമുണ്ടായിരുന്നു. നിങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ ഈ ക്ഷേത്ര വിഷയമായിട്ട് ഞാൻ കൂടുതൽ എന്നെ കാണാനും പറയാനും വരാറ് നമ്മുടെ ദാമോദരനാണ്. സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേനൻ രാമൻ ആദ്യ ഫണ്ട് നൽകി. സമ്മാന നിധി കാർഡ് വിതരണോദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. നവീകരണ കമ്മിറ്റിയുടെ ആശയപരമായ ഒരു ആശയമാണ് ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ കാർഡും. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു സ്വീകാര്യതയും വർദ്ധിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടു. ക്ഷേത്രം കാരണവന്മാർ, സ്ഥാനികർ, മേൽശാന്തി തുടങ്ങിയവർ സംബന്ധിച്ചു. AG അജിത് കുമാർ, M ശ്രീജ, KT ലത, വിവിധ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. KM ദാമോദരൻ സ്വാഗതവും കുടുക്കേൻ ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലം രൂപീകരണ യോഗം നടന്നു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലം രൂപീകരണ യോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ മൂലം നമ്മുടെ ചെറുകിട വ്യാപാര മേഖല അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ ഓൺലൈൻ വ്യാപാരവും അതുപോലെ അനധികൃത വഴിവാണിഭ കച്ചവടം മൂലം ചെറുകിട വ്യാപാരികളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം കേരളത്തിൽ 2 ലക്ഷത്തിൽ പരം വ്യാപാരികൾ, ചെറുകിട സംരംഭകർ ഈ മേഖലയിൽ നിന്ന് അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ഞാൻ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിന്റെ പുതിയ പ്രസിഡന്റായി മാഹിൻ കോളിക്കരയെയും സെക്രട്ടറിയായി ബഷീർ കനിലയെയും ട്രഷററായി ഹസൈനാറിനെയും തിരഞ്ഞെടുത്തു. വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ നേരിടാൻ നിയമസഭാ മണ്ഡലങ്ങൾക്കുള്ളിൽ സംഘടനകൾ ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സത്താർ ആരിക്കാടി, ബഷീർ കല്ലങ്കൈ, അഷ്റഫ്, K സജി തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. DYFI ആഹ്വാനം ചെയ്ത റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് കൈകോർത്ത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി 22,38,488 രൂപ ക്യാമ്പയിനിലേക്ക് കൈമാറി. അതിജീവനത്തിന്റെ ചായക്കട നടത്തിയും ആക്രി പെറുക്കിയും ബിരിയാണി, പായസം ചാലഞ്ചുകൾ സംഘടിപ്പിച്ചും മറ്റ് തൊഴിലുകൾ ചെയ്തും DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സ്വരൂപിച്ച തുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ DYFI ആഹ്വാനം ചെയ്ത റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് നൽകി. വിവിധ ചാലഞ്ചുകളിലൂടെയും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പരിധിയിൽ നിന്നും സ്വരൂപിച്ച 22,38,488 രൂപയാണ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയത്. വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി DYFI വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFIയുടെ വിവിധങ്ങളായ കമ്മിറ്റികൾ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു
സമാഹരണം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി യൂണിറ്റുകളിൽ നിന്നും ശേഖരിച്ച തുക അതിൻ്റെ മേഖലാ കമ്മിറ്റികൾ ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറി. അതുപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞങ്ങാട് ടൗണിൽ സംഘടിപ്പിച്ച അതിജീവനത്തിൻ്റെ ചായക്കടയിൽ നിന്നും ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുക ഉൾപ്പെടെ 22 ലക്ഷത്തോളം രൂപ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹികൾക്ക് ബ്ലോക്ക് കമ്മിറ്റി കൈമാറുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട്ട് നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ്, പ്രസിഡന്റ് വിപിൻ ബല്ലത്ത്, ട്രഷറർ അനീഷ് കുറുമ്പാലം, ജില്ലാ കമ്മിറ്റി അംഗം ഹരിത നാലപ്പാടം തുടങ്ങിയവരും മറ്റു പ്രവർത്തകരും ചേർന്ന് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, പ്രസിഡന്റ് ഷാലു മാത്യു, ട്രഷറർ കെ സബീഷ് എന്നിവർക്ക് കൈമാറി. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അതിജീവനത്തിന്റെ ചായക്കട ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണവിപണി ലക്ഷ്യമാക്കി 8 ഏക്കർ സ്ഥലത്ത് കൃഷിയിറക്കി രാവണേശ്വരം മാക്കിയിലെ KV രാഘവനും വേലാശ്വരത്തെ V കരുണാകരനും. ജൈവ പച്ചക്കറികളാൽ സമ്പന്നമാണ് ഇവരുടെ കൃഷിയിടം. രാവണേശ്വരം മാക്കിയിലെ KV രാഘവനും വേലാശ്വരത്തെ V കരുണാകരനും ഓണവിപണി ലക്ഷ്യമാക്കി 8 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ആരിലും വിസ്മയമുളവാക്കുന്നു. പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്ന കൃഷി പരിപാലനവും കൃഷി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നതും ഇവർ തന്നെ. പാട്ടത്തിനടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. മാക്കി, കുന്നുപാറ, തെക്കേപ്പള്ളം എന്നിവിടങ്ങളിലാണ് ഇവരുടെ കൃഷിയിടം. നെല്ല്, വാഴ, മധുരക്കിഴങ്ങ്, കക്കിരി, വെള്ളരിക്ക, മത്തൻ, കുമ്പളം, വെണ്ട, പാവയ്ക്ക, നരമ്പൻ ഇങ്ങനെ നീളുന്നു ഇവരുടെ കൃഷിയിടത്തിൽ. അജാനൂർ കൃഷിഭവന്റെ പരിപൂർണമായ സഹായം 2 പേർക്കും കൂട്ടായുണ്ട്. കൃഷി നഷ്ടക്കണക്കുകൾ പറയുമ്പോൾ KV രാഘവനും V കരുണാകരനും നല്ല വിളവുകൾ കിട്ടുന്നതിനാൽ മികച്ച വരുമാനം കൃഷിയിലൂടെ ലഭിക്കുന്നുവെന്ന് പറയുന്നു. KV രാഘവൻ രാവണേശ്വരം മാക്കിയിലാണ് താമസിക്കുന്നത്. ഭാര്യ M ശ്യാമള, മക്കളായ രേഷ്മ, രമ്യ, രജിത, ശരത് എന്നിവർ ഒപ്പമുണ്ട്. V കരുണാകരൻ വേലാശ്വരത്താണ് താമസിക്കുന്നത്. ഭാര്യ VV മാലിനി, മക്കളായ ഷനിൽകുമാർ, സ്നേഹ എന്നിവരും പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തലസീമിയ മേജർ അസുഖബാധിതനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. അയറോട്ട് കൃഷ്ണകുമാർ ഗിരിജ ദമ്പതികളുടെ മകൻ V കൃഷ്ണപ്രസാദാണ് ഉദാരമതികളുടെ കനിവ് തേടുന്നത്. അയറോട്ട് കൃഷ്ണകുമാർ ഗിരിജ ദമ്പതികളുടെ മകനായ 21 വയസ്സുകാരൻ കൃഷ്ണപ്രസാദ് V ജനനം മുതൽ തലസീമിയ മേജർ എന്ന അസുഖബാധിതനാണ്. ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് കൃഷ്ണപ്രസാദിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. 5 ലക്ഷം രൂപ ചെലവ് വരുന്ന സർജറിക്കായി ഫണ്ട് സമാഹരിക്കുന്നതിന് കൃഷ്ണപ്രസാദ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കോടോമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ, 5ാം വാർഡ് മെമ്പർ ബിന്ദു കൃഷ്ണൻ, 6ാം വാർഡ് മെമ്പർ ആൻസി ജോസഫ്, കള്ളാർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ ജോസ് പുതുശ്ശേരി കാലായിൽ എന്നിവർ രക്ഷാധികാരികളായും ജയേഷ് VK ചെയർമാനായും സച്ചിൻ ഗോപു കൺവീനറായും ജോയ് CO ട്രഷററായുമുള്ള കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ സച്ചിൻ ഗോപു, ചെയർമാൻ ജയേഷ് VK, വൈസ് ചെയർമാൻ സജി പ്ലാച്ചേരിപ്പുറത്ത്, രക്ഷാധികാരി ബിന്ദു T, കമ്മിറ്റി അംഗം കുഞ്ഞിക്കണ്ണൻ, ട്രഷറർ ജോയ് PO, ജോയിന്റ് കൺവീനർ ഗണേശൻ K തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഓർമ്മശക്തിയുടെ മികവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 2 വയസ്സുകാരൻ. അജാനൂർ ഇട്ടമ്മൽ സ്വദേശി വിഷ്ണു അശ്വതി ദമ്പതികളുടെ മകനായ അദ്വിക് വിഷ്ണു ആണ് നേട്ടം കരസ്ഥമാക്കിയത്. അജാനൂർ ഇട്ടമ്മൽ സ്വദേശിയായ വിഷ്ണുവും മുംബൈ സ്വദേശിനിയായ ഭാര്യ അശ്വതിയും UAEയിലാണ് താമസം. അശ്വതി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കുഞ്ഞദ്വിക്കും ഒപ്പമിരിക്കും. എല്ലാം കണ്ടും കേട്ടും പഠിക്കുന്നുണ്ടായിരുന്നു ഈ കൊച്ചുമിടുക്കൻ. ഏത് കാര്യവും 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അത് ഹൃദ്യസ്ഥമാക്കും. 1 വർഷത്തിലെ 12 മാസങ്ങൾ, ആഴ്ചകൾ, 23 ആകൃതികൾ, 31 കാർ ലോഗോകൾ, 15 ഔഷധ സസ്യങ്ങൾ, 65 മൃഗങ്ങൾ, 66 ഫലമൂലാദികൾ, 45 വാഹനങ്ങൾ, 54 പുഷ്പങ്ങൾ, 30 ലോക നേതാക്കൾ, 18 വാദ്യോപകരണങ്ങൾ, 20 പണിയായുധങ്ങൾ, 20 ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, 55 മലയാളം, 48 ഹിന്ദി, 52 ഇംഗ്ലീഷ് വാക്കുകൾ, അറബിക് അക്ഷരമാല, 27 രാജ്യങ്ങളുടെ പതാകകൾ, അവയുടെ തലസ്ഥാനങ്ങൾ എന്നിവ പറഞ്ഞുകൊണ്ടാണ് അദ്വിക് വിഷ്ണു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ IBR അച്ചീവർ അവാർഡ് കരസ്ഥമാക്കിയത്. What is the capital of India? Which flag is this? Pakistan. What is the capital of Pakistan? Islamabad.
നേട്ടത്തിന്റെ വലുപ്പമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം എത്തിയിട്ടില്ലെങ്കിലും നേടിയത് ചില്ലറ മികവല്ലെന്ന് പലരും ആവർത്തിച്ചു പറയുമ്പോൾ അദ്വിക്കിന്റെ മുഖത്ത് പുഞ്ചിരി വിടരും. മകന് ചില കാര്യങ്ങൾ അനായാസമായി ഓർത്തുവെക്കാൻ കഴിയുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. തിരക്കിനിടയിലും ഒഴിവ് സമയം കണ്ടെത്തി അദ്വിക്കിന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഇപ്പോൾ ഒരു 50 ടോപ്പിക്സ് അവന് അറിയാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ IBR കൊടുത്തിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ IBR അച്ചീവർ കിട്ടി. അജാനൂർ PHCക്ക് സമീപം SV ഹൗസിൽ KS വിനോദ് ശ്രീജ ദമ്പതികളുടെ കൊച്ചുമകനായ അദ്വിക്കിന്റെ നേട്ടമറിഞ്ഞ് നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഇട്ടമ്മലിലെ വീട്ടിലേക്ക് എത്തുന്നത്. അഭിനന്ദനങ്ങൾ അറിയിക്കാൻ എത്തുന്നവർക്കൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയാണ് അദ്വിക്കും കുടുംബാംഗങ്ങളും. ക്യാമറമാൻ ദിനേഷിനോടൊപ്പം വിസ്മ്യ സത്യൻ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും പുനഃപരിശോധിക്കുന്നതിന് തദ്ദേശ അദാലത്തിൽ ലഭിച്ച അപേക്ഷകൾ സഹായകമായെന്ന് മന്ത്രി MB രാജേഷ്. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മലയാളത്തിലും കന്നഡയിലും ജില്ലാ പഞ്ചായത്ത് അച്ചടിച്ച് നൽകുന്ന കൈപ്പുസ്തകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കാസർഗോഡിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി മന്ത്രി MB രാജേഷ്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി. ശിരൂർ ദൗത്യം അനിശ്ചിതത്വത്തിൽ. കാലാവസ്ഥ പ്രതികൂലമായതാണ് തിരച്ചിൽ തുടരുന്നതിന് തടസ്സമാകുന്നത്. ഡ്രെഡ്ജർ കൊണ്ടുവരുന്നതുൾപ്പെടെയുള്ള മറ്റ് സാങ്കേതിക അനുമതികൾ ഇതിനോടകം പൂർത്തിയായി. കാർഡിക സൊസൈറ്റി തട്ടിപ്പിൽ 160 ഗ്രാം സ്വർണം കൂടി പിടിച്ചെടുത്തു. പെരിയയിലെ ഒരു സൊസൈറ്റിയിൽ പണയപ്പെടുത്തിയ സ്വർണമാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. ചെർക്കള NH66 ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി വിവിധ സമരസമിതികളുടെ സംയുക്ത യോഗം ചേർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.